കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന മതേതര സംഗമസ്ഥാനങ്ങളിലൊന്നാണ് പാപ്പനശ്ശേരി കാട്ടിലേപ്പള്ളി മൂന്നുപെറ്റുമ്മ മഖാമുറുസ്. ജാതിമത ചിന്തകൾക്ക് അതീതമായി പട്ടും കുഞ്ഞുടുപ്പുകളും നേർച്ചയായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വിശ്വാസികൾ. ഏറെ അതിശയിപ്പിക്കുന്നതാണ് പള്ളിയുടെ ഐതിഹ്യം. മഖാമുറുസിൽ പങ്കെടുക്കാനായി ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. കണ്ണൂരുകാരുടെ മതമൈത്രിയുടെ ഉത്സവം പാപ്പനശ്ശേരി കാട്ടിലേപ്പള്ളി മൂന്നുപെറ്റുമ്മ മഖാമുറുസ് ഈ നാടിന്റെ ആകെ ആഘോഷമാണ്. ഇവിടുത്തെ ഐതിഹ്യവും ചരിത്രവും വേറിട്ടതാണ്. കൊല്ലങ്ങളിൽ ഉണ്ടാവല്ലേ ഉറൂസ്, അപ്പോൾ അങ്ങനെ വരും. അതെന്തോ എനിക്കൊരു വിശ്വാസമാണ് ഇവിടെ. ആ സമയമാകുമ്പോൾ ഞാനിവിടെ വരും. അതെന്തോ എനിക്കൊരു ഒരു പഠിച്ചോൻ്റെ ഒരു അനുഗ്രഹം. അതെ 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 നമ്മൾ കൊല്ലത്തിൽ ഒരു വിശ്വാസം, നമുക്കിപ്പോൾ ഒരു വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചത് കാര്യം സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വരുന്നത് എല്ലാ കൊല്ലം വരുത്തുന്നുണ്ട്. മൂന്നുപെറ്റുമ്മ മഖാം ട്രസ്റ്റ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള KP അബ്ദുൾ റഷീദ് നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളും ഉത്സവത്തിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അതായത് നമ്മുടെ കണ്ണൂരിന്റെ മതമൈത്രിയുടെ ഉത്സവമാണ് നമ്മുടെ ഈ മൂന്നുപെറ്റുമ്മ മഖാമിലെ ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കും നമ്മുടെ ഐതിഹ്യമൊക്കെ അറിയായിരിക്കും, എങ്കിലും നമുക്കൊന്ന് പറഞ്ഞുതരും എന്താണ് ഇവിടുത്തെ ഐതിഹ്യം എന്നുള്ളത്. ശരിക്കും മൂന്നുപെറ്റുമ്മ പള്ളിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരു ജാതി മതഭേദമന്യേ നമ്മുടെ നാടിൽ വർത്തമാന ഇന്ത്യയിൽ അല്ലെ വർത്തമാന ഈ കാലഘട്ടത്തിലും നമുക്ക് ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ പറ്റിയ ഒരു ഉറൂസാണ് മൂന്നുപെറ്റുമ്മ പള്ളി ഉറൂസ്. ജാതി മതഭേദമന്യേ ആൾക്കാർക്ക് ആർക്കും പള്ളിയിൽ മക്കാമിൽ വരാനും അവർക്ക് പ്രാർത്ഥന നടത്താനും അവരുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു സ്ഥലമാണ് പാപ്പനശ്ശേരി. പാപ്പനശ്ശേരിയുള്ള പ്രദേശത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാപ്പനശ്ശേരിക്കാരുടെ ഉത്സവമാണ്. അതിൽ ജാതിയോ മതമോ അല്ലെങ്കിൽ വർണ്ണമോ ഒന്നുമില്ല. അവർക്ക് മൂന്നുപെറ്റുമ്മ പള്ളി ഉറൂസ് എന്ന് പറയുന്നത് അവരുടെ നാടിൻ്റെ ഒരു ഉത്സവമാണ്. ആ നാടിൻ്റെ ഉത്സവം നിങ്ങൾക്ക് പത്രക്കാർക്ക് ഇവിടെ വരുമ്പോൾ അത് ബോധ്യപ്പെട്ടതുമായിരിക്കാം. ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധത്തിന് വന്നിരിക്കുന്ന മരക്കാർ, കലന്തർ മരക്കാർ എന്ന് പറയുന്ന വന്നവർ അദ്ദേഹത്തിൻ്റെ അനുയായികളെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തിയതിന് പ്രതികാരം ചെയ്തതിന് വേണ്ടി കലന്തർ മരക്കാരുടെ നേതൃത്വത്തിൽ വളപട്ടണത്തേക്ക് ഒരു ടീം ആൾക്കാർ വരികയും വളപട്ടണം വന്ന് അയോധ്യ കലയിൽ കണ്ണൂർ ജില്ലയിൽ പേരുകെട്ടൊരു സ്ഥലമാണ്. അങ്ങനെ കലന്തർ മരക്കാർ വളപട്ടണത്ത് വന്ന് അവിടുത്തെ യുവാക്കളെയൊക്കെ അണിനിരത്തി അയോധ്യ കലയിൽ അവരൊക്കെ പ്രാവീണ്യം നേടിക്കൊടുത്ത് ഏഴുമലയിലേക്ക് പോർച്ചുഗീസുകാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്ന പോക്കാൻ. അങ്ങനെ പോകുമ്പോഴാണ് ഭാര്യ ഗർഭിണിയാണ്. അപ്പം ഗർഭിണിയായ ഭാര്യയോട് പറഞ്ഞു, ഞാൻ യുദ്ധത്തിന് പോവുകയാണ്, നിനക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ നീ അറത്തിലേക്ക് പോയിക്കോളൂ. അറത്തിൽ എന്നാണ് ഈ പ്രദേശത്തിൻ്റെ പേര്. നീ അറത്തിലേക്ക് പോയിക്കോളൂ, ഞാൻ യുദ്ധം കഴിഞ്ഞ് വന്ന് നമുക്ക് തിരിച്ചു വച്ച് കാണാം. ഒരാഴ്ചയോളം വന്ന് ഇന്നത്തെ പോലെ വാർത്താവിനിമയ സംവിധാനങ്ങളൊന്നുമില്ല. ഏകദേശം ഒരാഴ്ചയോളം കഴിഞ്ഞു. ചരിത്രം പറയുന്നത് വാണിദാസ് കളയാപൂർ എഴുതിയ ചരിത്രം പറയുന്ന ശേഷം 10 ദിവസങ്ങൾക്ക് ശേഷവും തൻ്റെ ഭർത്താവിനെ കാണാതെ ഭയവിഹലരായി മഹദി ഇങ്ങോട്ട് പുഴകടന്ന് ഇങ്ങോട്ടൊക്കെ വരികയാണ്. അപ്പോൾ വിജനമായ സ്ഥലമാണ് ഈ സ്ഥലം, അറത്തിൽ എന്ന് പറയുന്നത്. ഇവിടെ എത്തിയപ്പോൾ അവർക്ക് പ്രസവവേദന അനുഭവപ്പെടുകയും ഈ കാട്ടിൻ്റെ ഉള്ളിൽ പ്രസവിക്കുകയും ആ പ്രസവം 3 കുട്ടികളോടുകൂടി ആ സ്ത്രീയോട് മരിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഈ പ്രദേശത്ത് തെങ്ങ് കയറാൻ വരുന്നൊരു സഹോദരനാണ് കാട്ടിൻ്റെ അകത്ത് സൂര്യതേജസ് പോലെ തിളങ്ങുന്ന ആരെയോ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹം പെട്ടെന്ന് ഭയവിഹലരായി അദ്ദേഹത്തിൻ്റെ ഭാര്യ ചീരുവിനെ കൂട്ടിക്കൊണ്ടുവരികയും കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു സ്ത്രീ പ്രസവിച്ച് അവിടെ മരണപ്പെട്ടതായിട്ട് അനുഭവപ്പെടുന്നു. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ
വളപട്ടണത്തിൻ്റെ ഇന്നത്തെ പേര് വലിയ പട്ടണം എന്നുള്ളത് വളപട്ടണം അങ്ങനെ എന്തോ ഒരു പുതിയ പേരാണ്. അവിടെ വിവരം അറിയിക്കുകയും അവിടെ നിന്ന് ആൾക്കാർ ചിറക്കൽ തമ്പുരാനെ വിവരം അറിയിച്ച് അവർ ബന്ധപ്പെട്ട ആൾക്കാരെ അറേഞ്ച് ചെയ്തിട്ടാണ് ഇവിടെ മറമാടുന്നത്. അദ്ദേഹത്തിൻ്റെ ഭർത്താവ് യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ആ ഭർത്താവിൻ്റെ ഒരു കാല് ഈ പുഴക്കരയിലേക്ക് അടിഞ്ഞു വരികയും ചെയ്തു. അതാണ് ഇതിൻ്റെ ശരിക്കും ചരിത്രപരമായ ഒരു ഐതിഹ്യം. ആ കാലാണ് നമ്മൾ കണ്ടിരിക്കുന്ന, വളരെ ദൂരത്ത് കണ്ടിരിക്കുന്ന മറവ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ അവശിഷ്ടമാണ്. അതാണ് എട്ടിക്കുളത്ത്, നിങ്ങൾക്കറിയാം, എട്ടിക്കുളം പള്ളിയിൽ പോയാൽ എട്ടിക്കുളം ശ്രോതാക്കൾ എന്ന് പറയുന്നത് ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് അവിടെ വീരമൃത്യു വരിച്ചിരിക്കുന്ന ആ യോദ്ധാക്കളാണ്. അതാണ് ശരിക്കും പറഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ മഖാമുകളും അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. കാലാകാലങ്ങളായി നമ്മുടെ നാട്ടിൽ ഇവിടെ നമുക്ക് പലർക്കും വിശ്വാസമുള്ളവർക്കും അവിശ്വാസമുള്ളവരുണ്ടാവും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഗർഭസ്ഥ സംബന്ധമായ വിഷയങ്ങളിൽ പ്രസവ സംബന്ധമായ പ്രയാസങ്ങൾ വരുമ്പോൾ ഇവിടെ വരികയും അവർ വന്ന് അവരുടെ സങ്കടം ബോധിപ്പിക്കുകയും പലർക്കും അനുഭവങ്ങളുണ്ട്. ഈ വർത്തമാനകാലത്ത് പലതും തള്ളിക്കളയുന്നവരുണ്ടാവാം. പക്ഷെ വിശ്വാസം, ഞാനിവിടെ ഇരിക്കും, ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾ രാവിലെ മുതൽ ഇവിടെ മക്കാമും പരിസരങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. എത്രയോ ഹൈന്ദവ സ്ത്രീകൾ ഇപ്പം നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ മകൾ പ്രസവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നേർച്ച തന്ന് അവർ കുട്ടിക്കുപ്പായവും അതിലിട്ടിട്ട് പോകുന്നത് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് കണ്ടു. അത് വളരെയധികം ഒരു പുണ്യമാക്കപ്പെട്ട സ്ഥലം തന്നെയാണ്. അത് വിശ്വാസിയെന്ന് സംബന്ധിച്ചിടത്തോളം പുണ്യമാക്കപ്പെട്ട സ്ഥലം. അവിശ്വാസം സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇവിടെ നടക്കുന്ന ഒരു ഉറൂസ്, അതിപ്പോൾ നമ്മുടെ ഒരു ഉറൂസ് കമ്മിറ്റി, ട്രസ്റ്റ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിലും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ജില്ലാ ഭരണകൂടവും പഞ്ചായത്ത് ഭരണകൂടവും ഒക്കെ പൂർണ്ണമായ സഹകരണത്തോടു കൂടി ഇത് അന്യം നിന്ന് പോകരുത്, എന്നാൽ ഇതിനൊക്കെ ഒരു കൺട്രോൾ വേണമെന്ന നിലയിൽ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ മീറ്റിങ്ങുകളും കാര്യങ്ങളും അതിൻ്റെ പിന്നെ നടപടിക്രമങ്ങളെല്ലാം പൂർണ്ണമായ സപ്പോർട്ട് കൂടിയാണ് ഈ ഉറൂസ് നടന്നിട്ട് പോകുന്നത്. ഉച്ചക്കിന് ജുമാ നമസ്കാരത്തിന് ശേഷമാണ് ഉറൂസ് ഉദ്ഘാടനം തുടങ്ങുക. പിന്നെ ശനിയാഴ്ച ദിവസം പിന്നെ ഏകദേശം 2,000-3,000 ആൾക്കാർ പച്ചക്കറി ബിരിയാണി വിതരണം ചെയ്യും. അത് എത്രത്തോളം ആൾക്കാർ വരുന്നോ അത് വൈകുന്നേരം 5 മണി വരെ അത് കൊടുത്തുകൊണ്ടേയിരിക്കും. ഞായറാഴ്ച ദിവസമാണ് ഈ ചക്കരക്കഞ്ഞി എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു പ്രസാദമുണ്ട് ഇവിടെ. അത് ഏകദേശം ഇന്നലെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ അത് വിവിധ പ്രദേശങ്ങളിൽ കേരളത്തിൽ നിന്ന് കാസർഗോഡ് മുതൽ കന്യാകുമാരി ഉള്ളവരെ ആൾക്കാർ ഇവിടെ ആ സമയത്ത് വന്ന് അത് വാങ്ങിയിട്ട് കൊണ്ടുപോകും. ഇന്ന് രാവിലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ വന്നിരുന്നു എൻ്റെ ശ്രദ്ധപ്പെട്ട്. അദ്ദേഹം ആ ഒരു ചക്കരക്കഞ്ഞി വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഇന്ന് വൈകിട്ട് അദ്ദേഹം ഇവിടുത്തെ സമാപനത്തിൽ ഏകദേശം ദിക്ർ ദുആ മജ്ലിസും പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഏകദേശം 5000-ഓളം ആൾക്കാർക്കുള്ള പിന്നെ തബ്രൂക്ക്, നമ്മുടെ തബ്രൂക്ക് എന്ന് പറഞ്ഞാൽ ചീരണി എന്ന് പറയും, നെയ്ച്ചോറും ഇറച്ചി ഉണ്ടാവും, എല്ലാവർക്കും പാക്കറ്റാക്കിയിട്ട് അതോടുകൂടി ഔദ്യോഗികമായ നമ്മുടെ ഉറൂസിൻ്റെ സമാപനം ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും അടുത്ത വ്യാഴാഴ്ച ഇശ നമസ്കാരത്ത് കഴിയുന്നതോടുകൂടി നമ്മുടെ ഈ പബ്ലിക് വന്നുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞാൽ എല്ലാം അതിൻ്റെ പൂർണ്ണമായ ചടങ്ങുകൾ കഴിഞ്ഞു പിന്നെ അടിച്ച് തെളിച്ച് പിന്നെ നമ്മൾ മക്കാം പിന്നെ ലോക്ക് ചെയ്താൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ചയാണ് പുതിയ വർഷം എന്ന നിലയിൽ ഇതിന് തുടർന്ന് പ്രവർത്തിക്കുക. ജാതിമത ഭേദമന്യേ നിരവധി ആളുകളാണ് മൂന്നുപെറ്റുമ മഖാം ഉറൂസിനായി എത്തുന്നത്. സൗഹൃദത്തിന്റെയും ഒത്തൊരുമയുടെയും കൂട്ടായ്മയുടെയും നല്ല പാഠമാണ് ഇവിടെ നിന്നും പകർന്നു കിട്ടുന്നത്. നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.